യുദ്ധത്തെക്കുറിച്ച് ഹെറാക്ലീറ്റസ് പറഞ്ഞൊരു ഗ്രീക്ക് കഥയുണ്ട്. അതിങ്ങനെയാണ്: 100 പടയാളികൾ യുദ്ധം ചെയ്യുന്ന ഒരു യുദ്ധക്കളത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ അതിൽ എത്ര പേർ കാണും യുദ്ധം ചെയ്യുന്നവരായി? വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ എന്നതാണ് സത്യം. അതിലൊരു 10 പേർ യൂസ്ലെസ് ആണ്. പിന്നെ ഒരു 80 പേർ എതിരാളിയുടെ ആയുധങ്ങൾക്ക് ഇരകളാവാൻ വന്നവരാണ്. ഇതെല്ലാം കഴിഞ്ഞു വരുന്ന ഒരു 9 പേരാണ് പോരാടുന്നത്. അവരാണ് യുദ്ധം ചെയ്യുന്നത്. ഞാനീ പറഞ്ഞതിലൊന്നും പെടാത്ത ഒരാളുണ്ട്. ഒരേ ഒരു യോദ്ധാവ്. അയാളാണ് ഈ യുദ്ധം നയിക്കുന്നത്. ഹെറാക്ലീറ്റസ് പറഞ്ഞത് സത്യമാണ്. യുദ്ധക്കളത്തിലായാലും പരീക്ഷാ ഹോളിലായാലും ചുമ്മാ വന്നു നോക്കുന്ന ഒരു 10 പേരുണ്ടാവും. പിന്നെ ഒരു 80 പേർ ഒരു തയ്യാറെടുപ്പുകളും ഇല്ലാതെ വന്നു കയറുന്നവരാണ്. അവരാണ് തോറ്റുപോകുന്നത്. കൃത്യമായ മുൻകരുതലുകളുമായി പോരാടാൻ ഉറച്ച് വന്നു കയറുന്ന വിരലിലെണ്ണാവുന്നവരുടെ മത്സരമാണ് എല്ലാ പരീക്ഷകളിലും നടക്കുന്നത്. അവരിൽ നിന്നാണ് വിജയികൾ ഉണ്ടാകുന്നത്. ഇതിലൊന്നും പെടാത്ത ഒരാളുണ്ട്. യുദ്ധത്തലേന്ന് മറ്റൊരു യുദ്ധമുറകളിലേക്കും വഴിമാറാത്ത ഒരാൾ, കോൺസ്റ്റന്റ് ആയ ഒരാൾ, സ്ഥിരബോധ്യമുള്ള ഒരാൾ, ദീർഘകാലത്തെ പ്രാക്ടീസിലൂടെ പാകപ്പെട്ട ഒരാൾ. അയാളുടെ പ്രകടനമാണ് ഈ മത്സര പരീക്ഷയെ മനോഹരമാക്കുന്നത്. അയാളുടെ പ്രകടനമാണ് ലോകം കാത്തിരിക്കുന്നത്. ആ ഒരാൾ, ആ ഒരേ ഒരു യോദ്ധാവ് നിങ്ങളാണ്. ആൾ ദി ബെസ്റ്റ്.